വരിക്കാശ്ശേരി മന കേട്ടിട്ടുണ്ടോ? ഒറ്റപ്പാലത്തിനടുത്ത് മനിശ്ശേരിയിലാണ് ഈ മനയുള്ളത്. 125 വർഷം പഴക്കമുള്ള ഒരു നമ്പൂതിരി ഇല്ലമായിരുന്നു. ഇപ്പോൾ ഇത് സന്ദർശകർക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഈ പ്രാവശ്യം ഒറ്റപ്പാലത്ത് വന്നപ്പോൾ എനിക്കൊരാഗ്രഹം, ഇവിടെ വരെ വരണം, ഈ മനയൊന്ന് കാണണം, അങ്ങനെയൊക്കെ. അങ്ങനെ വന്നത് അവിടെ. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിശാലമായിട്ട് നടന്നങ്ങ് കണ്ടു. നമ്മുടെ ദേവാസുരം സിനിമയിലെ ലാലേട്ടൻ്റെ തറവാടായിട്ട് കാണിക്കുന്ന ഈ ഒരു ഇല്ലവ. ഇപ്പോൾ ചാരുകസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. പണ്ട് ലാലേട്ടന് ഇതല്ല ചാരിക്കിടന്നത്. ലാലേട്ടൻ കിടന്ന കസേരയൊക്കെ അവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ടാകും കേട്ടോ. എന്നാലും അതിനൊരു ഓർമ്മപ്പെടുത്തൽ ഇല്ലേ? ഒരുപാട് സിനിമകളുടെ ലൊക്കേഷനായിട്ടുണ്ട് കേട്ടോ ഈ ഒരു മന. ഞാനും അതുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് കണ്ടു. എന്നാലും ഉണ്ടല്ലോ, ഉള്ളിലെവിടെയോ ഒരു ചെറിയൊരു ഫീലിങ്. ഒരു 100 വർഷം മുമ്പാണെങ്കിൽ പോലും ഇവിടെ ഒരു കുടുംബം താമസിച്ചതല്ലേ, ഒരു ഫാമിലി. അവരുടെ മക്കളും അമ്മമാരും ഒക്കെ ഓടി നടന്ന ആ ഒരു തിണ്ണയൊക്കെ അല്ലേ അത്. ഒരു ഫാമിലി ഇവിടെ ജീവിച്ചിരുന്നതല്ലേ. അവരാരും ഇന്നില്ല. ഇപ്പോൾ ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ മന. നോക്കിക്കേ, എത്രയോ കുഞ്ഞു മക്കളല്ലേ. ഈ കുടുംബത്തുണ്ടായ കുഞ്ഞു മക്കളൊക്കെ ഈ ഒരു നടുമുറ്റത്ത് ഓടി കളിച്ചിട്ടുണ്ടാവില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും വർഷം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. നാളെ നമ്മുടെ മക്കൾ, നമ്മളില്ലാതായി കഴിയുന്നു, അവരുടെ മക്കൾ ജീവിക്കുന്നു. അങ്ങനെ നോക്കുക, ജനലുകളെല്ലാം അടഞ്ഞു കിടക്കുന്നു. ഒരു കാലത്തെല്ലാം തുറന്നിട്ട് അതിലൂടെ താഴേക്ക് നോക്കി എത്രയോ ആൾക്കാരുണ്ടാവും അല്ലേ. ഈ ഒരു സ്റ്റെപ്പിലൂടെ കയറി ഓടിച്ചാടി കയറി നടന്ന എത്രയോ ബാല്യങ്ങളുണ്ടായിരുന്നായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വല്ലാത്തൊരു മിസ്സിങ് അല്ലേ അത്. നമ്മളൊക്കെ വരുന്നതിന് മുമ്പ് 100 വർഷം മുമ്പ് നോക്ക്, ഈ പടികളിലൂടെയൊക്കെ ഓടി ഇറങ്ങി ചാടി കയറിയ എത്രയോ ആൾക്കാർ. നോക്ക്, അവിടെ ഉലാത്തിയ എത്രയോ ആൾക്കാരുണ്ടായിരുന്നായിരിക്കണം. ഓരോ വരാന്തകൾക്കും ഓരോ ഇടനാഴികൾക്കും ഓരോ മുറികൾക്കും ഓരോ കഥകളുണ്ടായിരുന്നായിരിക്കും അല്ലേ. ഈ ജനപ്പാടുകളിലൂടെ പുറത്തേക്ക് നോക്കി എത്രയോ ആൾക്കാർ. ഇപ്പം എല്ലാം ദേ അടഞ്ഞു കിടക്കുന്നു. ഈ മന ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ, സന്ദർശകരല്ലാതെ വീട്ടുകാരാരെങ്കിലും ഇവിടെ വന്ന് താമസിച്ചിരുന്നെങ്കിൽ എന്ന് അല്ലേ. ഈ മനയൊന്ന് ഉണർന്നിരുന്നെങ്കിൽ, ഈ ഇടനാഴികളിലൊക്കെ ഓടി നടക്കാൻ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ.